ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ല ഫിഷ് കറി റെസിപ്പിയാണ്. നാട്ടിൽ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു തിക്കായിട്ട് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളി ഫിഷ് കറിയാണ് കേട്ടോ. അതായത് പൊറോട്ടയുടെ കൂടെയാണ് നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ഫിഷ് കറി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പൊറോട്ടയുടെ കൂടെ ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കി നോക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പി ഇങ്ങനെ നോക്കാം ഇനി. അപ്പോൾ ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ 2 അയല കൊണ്ടാണ് ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഫിഷ് കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കണം. ചെറുതായിട്ടൊന്ന് വരിഞ്ഞെടുത്താൽ മതി, വല്ലാണ്ട് ആഴത്തിൽ വരിഞ്ഞെടുക്കണ്ട. ഒരു 4 എണ്ണമൊക്കെ ഒന്ന് വരിഞ്ഞെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഈ മീൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ട് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ഫ്രൈ ചെയ്യുന്ന പോലെയാവും. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീൻ നല്ല വൈറ്റ് കളറിലേക്ക് എടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. കറിയിൽ ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളറിൽ വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ അല്പം നേരം വെക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് എണ്ണയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട. ഷാലോ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ മീൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടായ ശേഷം മീൻ ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഒരു 3 മിനിറ്റ് മാത്രം മീനൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. 2 വശവും കൂടി 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു പാൻ എടുക്കാൻ കാരണം ഞാൻ ഇതിലാണ് കറി തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ പാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ മീൻ 2 വശവും കൂടി 3 മിനിറ്റ് നമ്മൾ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീൻ അവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ സവാള ഒരു 4 എണ്ണം എടുക്കുന്നുണ്ട് ഈ ഒരു കറിയിലേക്ക്. നമുക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് സവാള ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ചോപ്പർ ഇല്ലെങ്കിൽ ഒട്ടും തന്നെ കുഴപ്പമില്ല, നല്ല പൊടിയായിട്ട് ഉള്ളി അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ 4 സവോള ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണം. പിന്നെ ആവശ്യമുള്ളത് 2 വലിയ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിയുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഒട്ടും തന്നെ പുളി ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തക്കാളി എടുക്കുമ്പോൾ ആ ഒരു പുളിയും കൂടി നോക്കിയിട്ട് വേണം തക്കാളി എടുക്കാൻ. ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉടച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാലേ ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടുള്ളൂ. എണ്ണ അധികം വേണ്ടാത്തവർക്ക് ഒഴിച്ചു കൊടുക്കണ്ട. കുറഞ്ഞ എണ്ണയിൽ തന്നെ നിങ്ങൾക്കത് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയിലേക്ക് നമ്മൾക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഗ്രേവി മൊത്തം ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറി വന്നാൽ അത് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്കതിലേക്ക് തക്കാളി കൈകൊണ്ട് നമ്മൾ ഉടച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അതുപോലെ മുകളിലെ എണ്ണ തെളിഞ്ഞ് വരും വേണം. ഇപ്പോൾ കണ്ടോ, മുകളിലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേവി നന്നായിട്ട് റെഡിയായ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമുക്കിപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം,
എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പൊടി നേരിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ മസാല ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറിയൊക്കെ നല്ല പെർഫെക്റ്റ് ആവാൻ നല്ലതാണ്. അപ്പോൾ ഏത് കറിയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. ഇനി ഈ മസാല നന്നായിട്ട് കുക്കാവണം. എന്നിട്ട് മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ, അതുപോലെ തന്നെ ഫിഷ് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടതാണെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഒഴിച്ചു കൊടുക്കുക. ഇനി കറി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫിഷ് കറി ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മൾ മീൻ പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ, ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. കറിയിൽ ഗ്രേവിയിൽ ഉപ്പുണ്ടോ നോക്കിയ ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. മീനിട്ട ശേഷം നമുക്കത് ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മീൻ കോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് അല്പനേരം അടച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് മീനൊന്ന് ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമുക്കിതിന് മുകളിലേക്ക് അല്പം ഉലുവ പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒരു കയ്പ്പ് രസം വരും, ചില ഉലുവപ്പൊടിക്ക് അങ്ങനെ വരുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ മീൻ കറിയൊക്കെ വറവിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാവും, നല്ലൊരു ഫ്ലേവറും വരും. അതായത് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കുക, വേറൊരു പാനിൽ ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പം നല്ലൊരു ഫ്ലേവർ ആവും. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്താണ് ഞാനത് വറവിട്ട് കൊടുത്തത്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് വിട്ടുപോയി വീഡിയോ എടുക്കാൻ. വറവിട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെക്കണം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മീൻ കറി. അപ്പോൾ ഫിഷ് കറിക്ക് എപ്പോഴും ടേസ്റ്റ് വറവിട്ട് നമ്മൾ അല്പനേരം വെച്ച ശേഷമാണ് ഫിഷ് കറി ടേസ്റ്റ്. എന്നാലേ ആ ഇതൊക്കെ നല്ല ഫ്ലേവറൊക്കെ ആ മീനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ അടിപൊളി ഫിഷ് കറി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി എല്ലാവരും പോയി തയ്യാറാക്കി നോക്കാം. പൊറാട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഫിഷ് കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കാനും നോക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറന്നു പോകരുത്. എന്നാലേ ബാക്കിയുള്ളവർക്ക് അത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. താങ്ക് യു.